ഇങ്ങനെയുള്ള വാക്കുകൾ സൈബർ ഇടങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്കും എൻ്റെ സഹോദരിമാർക്കും ഒക്കെ ഉണ്ടാകുന്ന ദുഃഖം എത്ര വലുതാണ്. ഈ രേണുസുതി എന്ന് പറയുന്ന സ്ത്രീ നിമിത്തം ഞാനും എൻ്റെ മാതാവും എൻ്റെ സഹോദരിയും കുറെ സമയം കരയേണ്ട അനുഭവങ്ങൾ ഞങ്ങൾ വന്നു. എന്നെ കൊല ചെയ്യുവാൻ വേണ്ടി ഇവിടെ 2-3 പ്രാവശ്യം വണ്ടിയിൽ ഇവിടെ ആള് വന്നു, രാത്രിയും പകലുമായിട്ട്. അസമയത്ത് ഇവിടെ പരിചയമില്ലാത്തൊരു വാഹനം വന്ന് കറങ്ങിയ ശേഷം എന്റെ വാതിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞു. ഇവര് ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം രേണുസുതിയും തങ്കച്ചനുമാണ്. ഞാൻ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഞാൻ അവർക്ക് ആകപ്പാടെ ചെയ്ത ഒരു നന്മയെന്ന് പറഞ്ഞാൽ അവരുടെ തലമുറകളെ സഹായിച്ചു എന്നൊരു നന്മ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനെന്നെ നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾ, PR വർക്കുകാര്, ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ചാനല് അതിന്റെ തെരഞ്ഞെടുപ്പിലൂടെ ഇവരെ അവിടെ കൊണ്ടുപോയിരിക്കുകയാണ്. കേരള ജനത കാണട്ടെ ഇവരെന്താണ് അവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെന്ന്. ഇവരെവിടെ വരെ പോകുമെന്നുള്ളതാണ് ഞാനും നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ പേരിൽ ഇവർ ഇനി ആക്ഷേപങ്ങൾ ഉന്നയിച്ചാൽ ഞാൻ എൻ്റെ അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനം. ഈ തങ്കച്ചൻ്റെയും ഈ രേണുസുതിയുടെയും പേരിൽ കോടതി കയറുകയാണ്. ഉടൻ തന്നെ ബഹുമാനപ്പെട്ട കോടതിയെ അതിനു വേണ്ടിയിട്ട് സമർപ്പിക്കുകയും കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്യും. എന്തായാലും മനനഷ്ട കേസ് കൊടുക്കും. തീർച്ചയായിട്ടും ഇത് ചെറിയ കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ എന്നെ ഈ ബുദ്ധിമുട്ടിക്കുന്നത്? ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഭവം ഉണ്ടായി. ഇവർ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന പൊങ്ങന്താനം എന്ന സ്ഥലത്തൊരു വീട് വാടകയ്ക്ക് എടുത്തിരുന്നു. അതിൻ്റെ വാടകയുടെ ഉടമസ്ഥൻ 2 പ്രാവശ്യം ഇവരുടെ വീട്ടിൽ ചെന്നിരുന്നു. മനുഷ്യൻ കേൾക്കാൻ കൊള്ളാത്ത ഭാഷയായി ഈ രേണുസുതി വിളിച്ചത്. അവർക്ക് ലഭിക്കാനുള്ള ബാക്കി വാടക തുകയ്ക്ക് വേണ്ടി അദ്ദേഹം വന്നത് 13,000 രൂപ കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത്. ആ പൈസ കൊടുത്തിട്ടുമില്ല. അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്, നൽകത്തില്ല, പൊയ്ക്കോളാൻ. ഇനി അഥവാ പൈസ വേണമെങ്കിൽ ആ രേണുസുതി അവിടെ നിന്ന് പറയുകയാണ്, അതുകൊണ്ട് അവിടെ സെമിത്തേരിയിൽ ഇന്ന സെല്ലിനകത്ത് സുതി അവിടെ കിടപ്പുണ്ട്, പോയി മേടിച്ചോളാൻ പറഞ്ഞു. കൊല്ലം സുധിയുടെ അടക്കിയ പള്ളിയെ സംബന്ധിച്ച് ചില വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ പരാമർശങ്ങൾ നടക്കുന്നുണ്ട്. ആ പള്ളി പൂട്ടുകയും ചെയ്തു. ആ ബിഷപ്പ് എന്ന് പറഞ്ഞ് സന്തോഷ് പി ചാക്കോ ഇപ്പോൾ കോട്ടയം ജില്ലയിൽ പൊങ്ങന്താനം ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. ഈ തങ്കച്ചനും ആ ബിഷപ്പും കൂടെ ചേർന്ന്, ഈ തങ്കച്ചൻ ആ ബിഷപ്പിന്റെ കൈക്കാരനായി. ആ ബിഷപ്പ് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ജനങ്ങളെ കബളിപ്പിച്ച് ജോലി വാങ്ങി കൊടുക്കാമെന്നും പറഞ്ഞ് ഒരുപാട് യുവാക്കന്മാർ പണം കൈപ്പറ്റി ചിങ്ങവനം പോലീസ് കേസെടുത്ത് റിമാൻഡ് ചെയ്ത് പൊൻകുന്നം ജയിലിൽ അയാളെ കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മാതാവും സഹോദരങ്ങളും ജീവിച്ചിരിക്കുന്നു അല്ലേ? അദ്ദേഹം ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു. അദ്ദേഹത്തെ ഒരു ഹിന്ദു ആചാരപ്രകാരം തന്നെ അടക്കം ചെയ്യേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അത് കർമ്മങ്ങൾ ചെയ്യേണ്ടതായിരുന്നു ഉചിതമെന്ന് എന്നോട് അനവധി പേര് സൂചിപ്പിക്കുന്നുണ്ട്. തങ്കച്ചനും ഇവരുടെ ആൾക്കാരും കൂടെ ചേർന്ന് ഈ മനുഷ്യനെ, സുധിയെ, ഇവിടെ അയാളുടെ സെമിത്തേരിയിൽ കൊണ്ടുപോയി അടക്കം ചെയ്തു. ദൈവമേ, നന്മ ചെയ്തിട്ട് വാങ്ങേണ്ട ഒരു അനുഭവം ഈ പിതാവിന്റെ ജീവിതത്തിൽ ഉണ്ടായല്ലോ എന്ന് പലപ്പോഴും പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കാറുണ്ട്. എൻ്റെ ജീവന് ഭീഷണി ഉണ്ടാക്കി, എന്നെ സൈബർ ഇടങ്ങളിൽ വലിച്ചു കീറാൻ എറിഞ്ഞു കൊടുത്തു. നമ്മളൊരാളെ സന്തോഷത്തോടെ അനുഗ്രഹിച്ച് ഒരു തുള്ളി കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്നതും, ഒരാൾ നമ്മളെ ദുഃഖിപ്പിച്ചിട്ട് നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന ഒരു തുള്ളി കണ്ണുനീരിനും വാല്യൂ 2. നമസ്കാരം. അപ്പോൾ രേണുസുതി ബിഗ് ബോസിൽ പോയിരിക്കുന്നു, നിരവധി വിഷയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ ഇപ്പോൾ എന്താണ് പുതിയ വിശേഷങ്ങൾ? നിലവിലുള്ള വിശേഷങ്ങൾ എന്ന് വെച്ചാൽ എൻ്റെ ജീവന് ഭീഷണിയായിട്ട് കുറച്ച് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഫോണിലൂടെ. എന്താണ്? ഫോണിൽ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന 2-3 അനുഭവങ്ങളുണ്ടായി. പിന്നീട് ഈ പറമ്പിനകത്ത് വന്നിട്ട്, ഇല്ല, നമുക്ക് മറ്റൊരു വിഷയത്തിലോട്ട് തുടങ്ങാം. ഫസ്റ്റ്, കുറച്ച് നാളുകൾക്ക് മുന്നേ താങ്കൾ ഇങ്ങനെയുള്ളൊരു അഭിമുഖം കൊടുത്തതിന് ശേഷം താങ്കൾക്കൊരു സ്ഥിരതയില്ലാത്ത വ്യക്തി എന്നാണ് രേണുസുതി താങ്കളെ അഭിസംബോധന ചെയ്തത്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാക്കാണ് എന്നെ പറഞ്ഞത്. സ്ഥിരതയില്ലാത്ത ഒരാളാണെങ്കിൽ എങ്ങനെയാണ് ഈ കലാകാരനായിരുന്ന, നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു താരത്തിൻ്റെ 2 കുഞ്ഞുങ്ങൾക്ക് അവരുടെ വേദന അറിഞ്ഞ്, അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവരെ
ചേർത്ത് നിർത്തുവാൻ 24 ചാനലിനോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് 24 കണക്ട് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ, അതിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരിക്കുന്ന ശ്രീ സി ഉണ്ണികൃഷ്ണൻ സാറ്, എൻ്റെ സുഹൃത്തായിരിക്കുന്ന ബഹുമാനപ്പെട്ട രാഹുൽ ഇരുമ്പൂഴി ഇത്യാദി മാധ്യമ സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വളരെ സ്ഥിരതയോടും വളരെ ആലോചിച്ചും ചിന്തിച്ചും എടുത്ത ഒരു തീരുമാനമാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞാൻ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഈ 2 കുഞ്ഞുങ്ങൾക്കായിട്ട് ഈ വസ്തുദാനമായിട്ട് എഴുതി കൊടുക്കുവാനിടയായത്. അപ്പോൾ അതിന് ശേഷമാണ് പിന്നീട് അവർ ഒരു സോഷ്യൽ മീഡിയ താരമായിട്ട് വളരെ പെട്ടെന്ന് അവർ ഒരു ഗ്രോത്ത് ഉണ്ടാവുകയാണ് ചെയ്തത്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ വിഷയങ്ങളെല്ലാം പൊതുജനങ്ങൾക്ക് അറിയാം. അതെ, ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേൽ എന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹം സ്ഥലം കൊടുത്തു എന്നുള്ളതും അവിടെ KHDC വീട് പണിത് കൊടുത്തു എന്നുള്ള വിഷയങ്ങൾ എല്ലാവർക്കും അറിയാം. ഇതിനുശേഷം കുറച്ച് തർക്കങ്ങളും അല്ലെങ്കിൽ വീട് ചോരുന്നു എന്ന സംബന്ധിച്ചുള്ള ഒരു പ്രസ്താവന രേണുസുതി നടത്തുന്നു. അത് ചാറ്റൽ മഴയാണെന്നുള്ള ഫിറോസ് നടത്തുന്നു. അങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ ഉണ്ടാകുമ്പോൾ പിതാവിനോട് മാധ്യമങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പിതാവ് ആദ്യം ഒരു കാര്യം പറയുന്നു, പിന്നീട് ആ കാര്യത്തിൽ നിന്ന് കുറച്ച് വ്യതിചലിച്ച് എന്നോട് രേണുസുതി ഈ വിഷയങ്ങൾ പറഞ്ഞിരുന്നു എന്ന് പിന്നീട് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള രേണുസുതി ഈ കാര്യം എന്നോട് പറഞ്ഞിരുന്നില്ല. രേണുസുതിയുടെ പിതാവ് ഈ വീടുമായിട്ട് രേണുസുതിയുടെ വീടുമായിട്ട് 30 മീറ്റർ ദൂരമല്ലേ ഉള്ളൂ. അപ്പോൾ രേണുസുതിയുടെ പിതാവ് ഇതിലെ നടക്കാൻ വരുമ്പോഴോ എന്നെ കാണുമ്പോൾ പറയുമായിരുന്നു, അവരുടെ വീട്ടിൽ മഴ പെയ്യുമ്പോൾ ഈ സൈഡിൽ നിന്ന് വെന്റിലേഷൻ്റെ സൈഡിലൂടെ എന്താണ് വെള്ളം ചാറ്റൽ മഴ പോലെ വന്ന് അവരുടെ വീട്ടിൽ വെള്ളം വീഴുന്ന കാര്യം പറയും. പിന്നെ ഏതോ ഒരു സമയത്ത് അദ്ദേഹം ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ഒരു ഫാൻ താഴെ വീണു, അത് പുള്ളിയുടെ നെഞ്ചത്ത് വീണു എന്ന് എന്നോട് പറഞ്ഞു. ഇതൊക്കെയും എന്നോട് പറയുന്നതല്ലേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. ഞാൻ അവരുടെ വീടുമായിട്ട് അങ്ങനെ അവിടെ പോയി കാണാനുള്ള ഉള്ളൊരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരാളാണോ ഞാൻ? അവർ വന്ന് പറയുന്നു. അതായത് ആ പിതാവ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ, തങ്കച്ചൻ എന്ന് പറയുന്ന ആൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളെ എനിക്കറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അന്നും പറഞ്ഞത്, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, അത് KHDCയുടെ അമരക്കാരനായിരിക്കുന്ന ഫിറോസ് എന്ന് പറഞ്ഞ ആളിനെ നിങ്ങൾ ഔദ്യോഗികമായിട്ട് അറിയിക്കുക. അറിയിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ വാർഡ് മെമ്പർ ഇവിടെ ഉണ്ട്, വാർഡ് മെമ്പർ അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. വാർഡ് മെമ്പറും വിളിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ 2 കിലോമീറ്റർ മാറി നമ്മുടെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനുണ്ട്. ബഹുമാനപ്പെട്ട പോലീസ് അധികാരികളോട് പറഞ്ഞ് അവർ ആ കാര്യങ്ങൾ ക്രമീകരിക്കുമെന്ന് പറഞ്ഞു. ഇത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്ന് ഈ കാര്യം പൊതുജനങ്ങളുടെ ഇടയിൽ ചർച്ചയ്ക്കൊരു കാരണമാക്കിയതാണ് എന്നെപ്പോലുള്ളവർക്ക് ഉണ്ടായ ഒരു മാനസിക വിഷമങ്ങൾ. അല്ല, ബിഷപ്പിന് ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ്. അതിനോട് ഒട്ടേറെ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു വ്യക്തി വന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ 30 മീറ്റർ അകലെയുള്ള വീടിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ പോലും ബിഷപ്പ് ആ സ്ഥലം പോയി സന്ദർശിക്കുകയോ അതിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടെന്ന് നോക്കുകയോ ചെയ്തിട്ടുണ്ടോ? അവരുടെ വീട്ടിൽ പോകാൻ എനിക്ക് അനുവാദമില്ല. ഒരു ബിഷപ്പ് എന്ന രീതിയിൽ എനിക്ക് അങ്ങനെ ഒരു വീടുകൾ സന്ദർശിക്കാനായിട്ട് പരിമിതികളുണ്ട്. ഒരു അച്ഛന്മാർക്കാണെങ്കിൽ ഒരു വീട്ടിൽ പോകാം. ഒരു ബിഷപ്പ് എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ഔദ്യോഗികമായിട്ട് ക്ഷണിച്ചെങ്കിൽ മാത്രമേ പോകാൻ കഴിയുള്ളൂ. ഞങ്ങളുടെ ഒരു നിയമങ്ങളുണ്ടല്ലോ, ഒരു ബിഷപ്പിനെ ഒരു വീട്ടിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കുവാണെങ്കിൽ കടന്നു പോകാം. അല്ലാതെ നമ്മളൊരു വീട്ടിന് ചോർച്ചയുണ്ടെന്ന് പറഞ്ഞോ മറ്റൊരു ഇതരമായ കാര്യങ്ങളുണ്ടെന്ന് അറിഞ്ഞും അങ്ങനെ നമുക്ക് ഒരിക്കലും, എത്ര നെയ്ബർ ആണെങ്കിലും, എൻ്റെ റിലേറ്റീവ്സ് എൻ്റെ വീട്ടിലായിക്കൊള്ളട്ടെ അല്ലെ എൻ്റെ സ്വന്തം വീട്ടിലായിക്കോട്ടെ, പരിമിതികളുണ്ട്. ഞങ്ങളുടെ ജീവിതം വേറൊരു സാഹചര്യത്തിലൂടെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. വേറൊരാളുടെ വിഷമങ്ങൾ നമുക്ക് കേൾക്കാം, അതിനുള്ള സൊല്യൂഷൻ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു നോക്ക്, നിങ്ങളത് നിങ്ങൾക്ക് വിളിച്ചു പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിളിച്ചു പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നൊരു കാര്യം താങ്കളുമായിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടോ? അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നോട് ഞാൻ അത്ര ദൃഢമായ കാര്യങ്ങളൊന്നും ആഴമായ കാര്യങ്ങളൊന്നും അവരോട് ചോദിക്കാറോ, ഇവരെന്നോട് വന്ന് പറയുന്നു, ഞാൻ കേൾക്കുന്നു, അത്രേ ഉള്ളൂ. ഇതിന്റെ നിജസ്ഥിതി അന്വേഷിച്ച് താങ്കൾ പോകേണ്ട ആവശ്യം താങ്കൾക്ക് വന്നിട്ടില്ല? ഒരിക്കലും. ഞാൻ കാരണം ഞാനല്ല KHDC എന്ന് പറയുന്ന സംഘടനയെ വീട് നിർമ്മിച്ച് നൽകുവാൻ വേണ്ടി പരിചയപ്പെടുത്തി കൊടുത്തത്. സംഘടനയും 24 ചാനലിൻ്റെ അമരക്കാരായിട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാർ തുടങ്ങിയ ആദരണീയരായിട്ടുള്ള ആൾക്കാരാണ് ഈ KHDC സംഘടനയെ ഈ വീട് നിർമ്മിക്കുവാനായിട്ട് ഭരമേൽപ്പിച്ചത്. ഇപ്പോൾ ഈ കിച്ചു സുധിക്കും അല്ലെങ്കിൽ ഋതപ്പനും വേണ്ടിയിട്ട് സ്ഥലം കൊടുക്കുന്നു, അതായത് കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ സ്ഥലം കൊടുക്കുന്ന ആ ഘട്ടത്തോടെ താങ്കളുടെ ജീവകാരുണ്യ പ്രവർത്തനം ആ വീടിന് അവർക്ക് വേണ്ടിയിട്ടുള്ള കഴിഞ്ഞു എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? ചോദ്യം ഒന്നുകൂടെ ചോദിക്കും. അതായത് ഈ സ്ഥലം കൊടുക്കുന്നത് മാത്രമാണ് എൻ്റെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം ആ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ളതെന്ന്, അങ്ങനെയാണോ വിശ്വസിക്കുന്നത്? ഞാൻ ആ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എൻ്റെ മരിച്ചുപോയ ഞങ്ങളുടെ അമ്മച്ചിമാരുടെ സ്മരണയ്ക്കായിട്ടും ഞാൻ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ള ആഗ്രഹപ്രകാരമാണ് ആ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്
തീർച്ചയായിട്ടും ഞാൻ ഈ കണ്ണായ സ്ഥലം അവർക്കായിട്ട് വീട് വെക്കാൻ നൽകി കൊടുത്തത്. ഈ സ്ഥലം കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അതുമാത്രമേ എന്നിൽ നിക്ഷിപ്തമായ കർമ്മമുള്ളൂ. അതിനപ്പുറമായിട്ട് എന്നെ ഇവർ വേദനിപ്പിക്കുന്നതും കണ്ണുനീരിലേക്ക് എന്നെ കൊണ്ടുപോകുന്നതും, ഇപ്പോൾ മോൻ ഇത്ര ദൂരെ യാത്ര ചെയ്ത് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് എന്നെ കാണാൻ വന്നതൊക്കെയും എനിക്ക് വളരെ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം പൊതുവിടങ്ങളിൽ എന്നെ ചർച്ചകൾക്ക് വേണ്ടി എറിഞ്ഞു കൊടുത്തു. ഇത്ര ഒരു വലിയൊരു സഹായം താങ്കൾ ചെയ്യുന്നു, അല്ലെങ്കിൽ പണം നോക്കിയിട്ടായിരിക്കില്ല, അല്ലെങ്കിൽ പ്രശസ്തി നോക്കിയിട്ടായിരിക്കില്ല ഇത് ചെയ്തത്. പക്ഷേ സോഷ്യൽ മീഡിയയിലെ അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ താങ്കളെ തുടർച്ചയായി അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നൊരു സ്ഥിതി ഉണ്ടാകുന്നു. ആ സ്ഥിതിയിൽ ഇപ്പോൾ അതിൽ തന്നെ രേണുസുതി എന്ന വ്യക്തി അതിനെക്കുറിച്ച് പറഞ്ഞത് താങ്കൾക്ക് ഒരു സ്ഥിരതയില്ലാത്ത വ്യക്തിയാണ്, ആ സ്ഥിരത ഇല്ലാതെയുള്ള സംസാരങ്ങളാണ് താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ അവർക്ക് അല്ലെങ്കിൽ അവർ താമസിക്കുന്ന വീടിനുള്ള സ്ഥലം നൽകിയാണ്, ഏകദേശം ഒരു 28 ലക്ഷം രൂപയോളം വിലമതിക്കുന്ന സ്ഥലം നൽകിയ ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് രേണുസുതി ഇങ്ങനെയുള്ള ഒരു പരാമർശം ഉന്നയിച്ചത്. രേണുസുതി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കേരള സമൂഹം മനസ്സിലാക്കേണ്ടതായിട്ട് ഒത്തിരി ഉണ്ട് കാര്യങ്ങൾ. എനിക്ക് എന്ത് വിമർശനങ്ങൾ നേരിട്ടാലും ഞാൻ തുറന്നു പറയും. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആര് ലോകത്തിൽ ഒരു ചെറിയ നന്മ ചെയ്താലും നാം അവരെ വേദനിപ്പിക്കരുത്. ആരെയും നമുക്കൊരു നന്മ, നമുക്ക് നന്മയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഗിഫ്റ്റ് ആയിക്കൊള്ളട്ടെ, മറ്റെന്തെങ്കിലും വില കുറഞ്ഞതോ വില കൂടിയതോ ആയ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമുക്കൊരാൾ ദാനമായി നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തികളെയോ ആ കുടുംബത്തെയോ ആ സംഘടനയോ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കരുതെന്നുള്ളതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഈ പ്രിയപ്പെട്ട ഈ തങ്കച്ചനും കുടുംബവും രേണുസുതി എന്ന് പറയുന്ന ഈ സ്ത്രീയും കൂടെ ചേർന്ന് കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ വന്നു നിന്നുകൊണ്ട് ആദരണീയരായി ജീവിക്കുന്ന നിരവധി പേരെ, ഇതിൻ്റെ പിൻപിൽ ആരൊക്കെ നിന്നോ അവരെ മുഴുവനും ശക്തമായ ഭാഷയിൽ അവർ എന്തൊക്കെ പറഞ്ഞു എന്ന് കേരളത്തിലെ സോഷ്യൽ മീഡിയ നോക്കുന്ന കേരള ജനത കണ്ടുകൊണ്ടിരിക്കുകയാണ്. വസ്തുദാനമായിട്ട് കൊടുത്ത് എനിക്ക് സ്ഥിരതയില്ലെന്ന് പറയാനുണ്ടായ കാരണമുണ്ട്. ഏതോ ഒരു ചാനൽ ഇവിടെ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിരുന്നു. വന്ന സമയത്ത് ആ ചാനലിൻ്റെ നിർദ്ദേശപ്രകാരം ഇവരെ കൂടെ ഇരുത്തി ഇൻ്റർവ്യൂ ചെയ്തു. ആ സമയത്ത് ആ ചാനലിൻ്റെ ചോദ്യം ചോദിക്കുന്ന ആങ്കർ എന്നോട് ചോദിക്കുകയാണ് രേണുസുതിയെ പറ്റിയുള്ള അഭിപ്രായം പറയാൻ. ഞാൻ പറഞ്ഞു, രേണുസുതി പള്ളിയിൽ പോകുന്ന ഒരു സ്ത്രീയാണ്. എന്നെ കാണുമ്പോൾ വളരെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി പോകുന്ന വഴിക്ക് അവർ നടന്നു പോകുമ്പോഴൊക്കെ സംസാരിക്കുകയും കൈ കാണിക്കുകയും ചെയ്തു പോകുന്നു. പള്ളിയിൽ പോകുന്ന ഒരു സ്ത്രീയാണ്. അപ്പം ഞാൻ അവർക്ക് എല്ലാ ഭാവങ്ങളും നേർന്ന് അവരിവിടുന്ന് പോയി ആ ചാനലിലെ വാർത്ത കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വലിയ വലിയ സോഷ്യൽ മീഡിയ സൈബർ ബുള്ളിങ് എൻ്റെ നേരെ പലപ്പോഴും വന്നതാണ് പിന്നീട് എനിക്കും എൻ്റെ കുടുംബത്തിനുണ്ടായ ദുഃഖങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു മറ്റൊരു ചാനലിന് വേണ്ടിയിട്ട് രേണുസുതിയും അവർ ആ സംഘവും ഇവിടെ എത്തി പിതാവിനെ കണ്ടു എന്ന് പറയുന്നത്, ബിഷപ്പിനെ കണ്ടു എന്ന് പറയുന്നത്. അപ്പോൾ ബിഷപ്പിനെ കണ്ട ആ നിമിഷം ശരിക്കും ഒരു നാടകീയ രംഗം അവരുണ്ടാക്കിയതെന്ന് തോന്നുന്നുണ്ടോ? നാടകീയ രംഗം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അവരെ വിളിച്ചിവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഒരുമിച്ചിരുത്തി ഇൻ്റർവ്യൂ ചെയ്തല്ലോ. ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവരോട് ചോദിച്ചതായ ചോദ്യങ്ങൾ രേണുസുതിയെ എന്നെ ചേർത്തുള്ള അപവാദങ്ങൾ സമൂഹത്തിൽ കേൾക്കുന്ന കമൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എത്രമാത്രം മുറിവേൽക്കപ്പെടുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ പൂർവികർ, എൻ്റെ പിതൃകുടുംബത്തിൽ നിന്ന് കഷ്ടപ്പെട്ടതായിട്ടുള്ള പ്രോപ്പർട്ടി ഞാൻ നൽകി കൊടുത്ത ശേഷം ഞാൻ എന്തോ എനിക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാനോ പേര് വലുതാകാനോ അല്ലെങ്കിൽ എന്തോ മറ്റെൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ എന്തോ സഹായം ചെയ്ത പോലുള്ള ഒരു സംസാരങ്ങൾ സൈബറിടങ്ങളിൽ വന്ന് എന്നെ മുറിവേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ വേദന ഉളവാക്കിയ കാര്യങ്ങളാണ്. മാത്രമല്ല എന്നെയും ഈ സ്ത്രീയെയും കൂട്ടി വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ കമൻസ് വന്നു എന്ന് ആ ചാനലുകാരനാണ് പറഞ്ഞത്. ആ ചാനലിൽ എന്ന് വെച്ചാൽ ചാനലിൻ്റെ ആങ്കറാണ് ചോദിച്ചത്. ഒരു കമൻ്റ് ഇങ്ങനെ കണ്ടു, ബിഷപ്പിനെയും പിന്നെ രേണുസുതിയെയും പിന്നെ നിങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന് എന്തുവാ പറയുന്നത്, മറ്റൊരർത്ഥം എന്തോ ഞാൻ അവരുമായിട്ടൊരു സൗഹൃദം ഇല്ലല്ലോ എനിക്ക്. ഞാൻ അവരെ ആകെ 3-4 വട്ടം കണ്ടിട്ടുണ്ട്. അതല്ലേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ ഇത്രയേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു, അപ്പോൾ ഒരു സഭയിൽ നിൽക്കുന്ന വ്യക്തിയാണ് താങ്കൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഇത്രയും പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ വിമർശനം സഭയ്ക്കും മോശം. അവരെല്ലാം വളരെ ദുഃഖിതരാണ്. കാരണം ഇതെൻ്റെ കുടുംബസ്വത്തിൽ നിന്നായതുകൊണ്ട് അവർക്കൊന്നും പറയാനൊക്കത്തില്ലല്ലോ. ഒരു കുടുംബസ്വത്തിൽ നിന്നല്ലേ നമ്മൾ ദാനം ചെയ്തേക്കുന്നത്. അതുകൊണ്ട് വേറെ ആരിൽ നിന്നും കളക്ട് ചെയ്തിട്ടോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഞാൻ ഒരു മനുഷ്യരോട് കളക്ട് ചെയ്തിട്ടല്ലോ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തത്, സ്വന്തം ഫാമിലിയിൽ നിന്നല്ലേ. അപ്പോൾ അവർക്ക് ദുഃഖമുണ്ടെന്നാണ് പറയും. എന്നെ കാണുമ്പോൾ പറയും, ദൈവമേ നന്മ ചെയ്തിട്ട് ഏറു വാങ്ങേണ്ട ഒരു അനുഭവം ഈ പിതാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായല്ലോ എന്ന് പലപ്പോഴും പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കാറുണ്ട്. അതെനിക്കും ദുഃഖമുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. വളരെ വേദനകളുണ്ട്.
ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവന് ഭീഷണി ഉണ്ടാക്കി, എന്നെ സൈബർ ഇടങ്ങളിൽ വലിച്ചു കീറാൻ എറിഞ്ഞു കൊടുത്തു. അപ്പം മറ്റുള്ളവരുടെ കണ്ണുനീര് മനസ്സിലാകുന്നുണ്ടോ? നമ്മളൊരാളെ സന്തോഷത്തോടെ അനുഗ്രഹിച്ച് ഒരു തുള്ളി കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്നതും ഒരാൾ നമ്മളെ ദുഃഖിപ്പിച്ചിട്ട് നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന ഒരു തുള്ളി കണ്ണുനീരിനും വാല്യൂ രണ്ടാണ്. ഈ രേണുസുതി എന്ന് പറയുന്ന സ്ത്രീ നിമിത്തം ഞാനും എൻ്റെ മാതാവും എൻ്റെ സഹോദരിയൊക്കെ കുറേ സമയം കരയേണ്ട അനുഭവങ്ങൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. എൻ്റെ അമ്മ ഒരു വിധവയായ സ്ത്രീയാണ്. എൻ്റെ പിതാവ് മരിച്ചു പോയതാണ്. എൻ്റെ ഏറ്റവും ഇളയ സഹോദരി ഒരു ഓർമ്മയില്ലാത്ത സഹോദരിയാണ്. എൻ്റെ അമ്മയാണ് വീട്ടിൽ ആ സഹോദരിയെ കൊണ്ട് ടേക്ക് കെയർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള വാക്കുകൾ സൈബർ ഇടങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്കും എൻ്റെ സഹോദരിമാർക്കും ഒക്കെ ഉണ്ടാകുന്ന ദുഃഖം എത്ര വലുതാണ്. ഇനി ഇതിനെയൊക്കെ എങ്ങനെയാണ് മറികടക്കാൻ വിചാരിക്കുന്നത്? പ്രാർത്ഥനയിലൂടെ, ധ്യാനത്തിലൂടെ, ദൈവവചന ധ്യാനത്തിലൂടെ അതിനെയെല്ലാം ഞങ്ങൾ മറികടന്ന് മുൻപോട്ട് പോകും. ഇപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പം അടുത്ത് തന്നെ മറ്റൊരു 2 പേർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ടൊക്കെ നമ്മളിങ്ങനെ കേട്ടു. അതിനെക്കുറിച്ച് എന്താ? ഈ ഞാനിവിടെ ജാതി മത വ്യത്യാസം ഇല്ലാതാണല്ലോ പല കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ 2 വിധവ ഫാമിലികൾക്ക് വേണ്ടി, വിഡോസ് ആയിട്ടുള്ള 2 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട്, അത് 2 മുസ്ലിം ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു 6 സെൻറ്റ് സ്ഥലം അടുത്ത ദിവസങ്ങളിൽ ഞാൻ കൊടുക്കും. അന്നേരം ഞാൻ ശ്രീരാജിനെയൊക്കെ ക്ഷണിക്കും. അത് അവർക്ക് ഔദ്യോഗികമായിട്ട് അതിൻ്റെ പേപ്പർ കൊടുക്കുന്ന ദിവസം തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുക. സന്തോഷം, അതൊരു സന്തോഷകരമായ കാര്യമാണ്. അർഹതപ്പെട്ട ഒരു 2 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് നൽകുന്നത്. അതിൻ്റെ ഔദ്യോഗിക രജിസ്ട്രേഷൻ കാര്യങ്ങൾ നടക്കുന്ന ദിവസം ഞാൻ ക്ഷണിക്കാം. ഇപ്പോൾ രേണുസുതി ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് താങ്കളെ കണ്ടിരുന്നു? ഒരിക്കലുമില്ല. എന്നെ കാണാൻ വരികയായിട്ട്, അവരെന്നോട് സംസാരിക്കുകയായിട്ട്, അവർ പോകുന്നെന്നുള്ള വാർത്ത പോലും അറിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴല്ലേ നമ്മൾ കാണുന്നത് അവരവിടെ എത്തി നിൽക്കുന്നതായിട്ട് കാണും. അവരതിൻ്റെ തലേന്നും കൂടെ വീഡിയോ എടുത്തിട്ടിട്ട് പോയത് എൻ്റെ കുപ്പായത്തെ ഓർത്ത് അവരെന്നെ തെറി പറയുന്നില്ലെന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പോയേക്കുന്നത്. എൻ്റെ ഈ ഇട്ടിരിക്കുന്ന തിരുവസ്ത്രത്തെ ഓർത്ത് എന്നെ തെറി വിളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. ഞാനത് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ബന്ധുമിത്രാദികളും ആ വീഡിയോ എനിക്ക് അയച്ചു തന്ന് ഞാൻ കണ്ടു. അത് ഒരു കാര്യം ഞാൻ പറയുക, നമ്മൾ ഒരിക്കലും നമ്മുടെ ചുവട് മറന്നു പോകരുത്. ചുവട് മറന്നു പോയാൽ അത് വലിയ അധപ്പതനത്തിൽ കൊണ്ടെത്തിക്കും. ഞാനത് വളരെ വ്യക്തമായി, അത് വ്യക്തികളായിക്കൊള്ളട്ടെ, സംഘടനകളായിക്കൊള്ളട്ടെ, മറ്റാരുമായിക്കൊള്ളട്ടെ, നമ്മൾ നമ്മുടെ ചുവട് മറന്ന്, തല മറന്ന് എണ്ണ തേക്കരുതെന്ന് പണ്ടുള്ള പൂർവികർ പറയും. അതിൻ്റെയൊക്കെ അർത്ഥമുണ്ട്. പോകുന്നതിൻ്റെ തലേദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു എന്ന് പിതാവ് തന്നെ പറയുന്നു, ബിഷപ്പ് തന്നെ പറയുന്നു. ആ വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നു. ആ ഗൂഢാലോചനയ്ക്ക് ചുക്കാൻ പിടിച്ച വ്യക്തിയെ എനിക്ക് തന്നെ അറിയാം, അദ്ദേഹത്തിൻ്റെ കുപ്പായത്തെ മാനിച്ചുകൊണ്ട് പറയുന്നില്ലെന്ന്. അപ്പം ഇങ്ങനെ ഒരു ഗൂഢാലോചന താങ്കൾ നടത്തിയെന്ന് ഏതെങ്കിലും നിമിഷത്തിൽ തോന്നുന്നുണ്ടോ? എനിക്ക് ആ സ്ത്രീയെ പറ്റി എന്ത് ഗൂഢാലോചന നടത്താനാണ്? ഞാൻ ആ സ്ത്രീക്കെതിരെ എന്ത് ഗൂഢാലോചനയാണ് നടത്തേണ്ടത്? ഞാൻ അവരെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട് ഒരിക്കലും കാണത്തില്ല. അവർ ഉപജീവന മാർഗത്തിന് വേണ്ടി, അവരുടെ അന്നത്തെ ജീവിത സമ്പാദനത്തിന് വേണ്ടി അവർ ജോലി ചെയ്യുന്നു. ഞാൻ അവർക്ക് എഗനസ്റ്റായിട്ട് എന്ത് ചെയ്യണം? ഞാൻ അവർക്ക് ആകപ്പാടെ ചെയ്ത ഒരു നന്മയെന്ന് പറഞ്ഞാൽ അവരുടെ തലമുറകളെ സഹായിച്ചു എന്നൊരു നന്മ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനെന്നെ നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾ, PR വർക്കുകാർ, നിങ്ങളുടെ ഉദ്യോഗസ്ഥർ, നിങ്ങൾ ആക്കിയിട്ട് പോയിരിക്കുന്ന ആൾക്കാർ, എന്നെ കൊല ചെയ്യുവാൻ വേണ്ടി ഇവിടെ 2-3 പ്രാവശ്യം വണ്ടിയിൽ ഇവിടെ ആള് വന്നു, രാത്രിയും പകലുമായിട്ട്. ഞാൻ പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുന്നു. എൻ്റെ ജീവന് ഭീഷണിയുണ്ട്. ഇവരുടെ PR വർക്കേഴ്സ്, വേറെ ആരുമല്ല ചെയ്യുന്നത്. എനിക്ക് ഇന്ന് വരെ ഉണ്ടാകാത്ത അനുഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായത്. എന്തായിരുന്നു സംഭവിച്ചത്? അവർ ഇവിടെ എൻ്റെ അസമയത്ത് ഇവിടെ പരിചയമില്ലാത്തൊരു വാഹനം വന്ന് കറങ്ങിയ ശേഷം എൻ്റെ വാതിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞു. ഇവർ ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ ആളുകളാണ് താങ്കൾക്ക്? 100%. എനിക്ക് ഇതിനു മുൻപേ ഇന്നു വരെ എനിക്ക് ഒരു ത്രെട്ട് ഉണ്ടായിട്ടില്ല. വ്യക്തികളിൽ നിന്നോ കുടുംബങ്ങളിൽ നിന്നോ മറ്റിതര സ്ഥലങ്ങളിൽ നിന്നോ ത്രെട്ട് വന്നിട്ടില്ല. എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം രേണുസുതിയും തങ്കച്ചനുമാണ്. ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്, തനിച്ച് പാർക്കുന്ന ഒരു മനുഷ്യനാണ്.
ഒരു ഹട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ജീവനോ സ്വത്തിനോ എന്ത് നാശം സംഭവിച്ചാലും അതിന് പൂർണ്ണ ഉത്തരവാദി രേണു സുധി എന്ന് പറയുന്ന ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് നിങ്ങളൊക്കെ പറയുന്നു, ഞാൻ പറയത്തില്ല. ഞാൻ മരിക്കേണ്ടി വന്നാലും ഇവർ സോഷ്യൽ മീഡിയ, ഇവരിപ്പോൾ ബിഗ് ബോസിൽ ചെന്ന് അവിടെ അതിനകത്ത് അവിടുത്തെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇവരെ അവിടെ എത്തിച്ചത് ഇവരുടെ പിതാവ് ഇവിടെ നിന്ന് പറഞ്ഞല്ലോ ഈ യൂട്യൂബേഴ്സിനെ വളരെ മോശമാക്കി സംസാരിച്ചല്ലോ പലപ്പോഴും. യൂട്യൂബേഴ്സ് കൊള്ളാത്തവരാണ്. എന്നാൽ ഇന്ന് അവർ ആ കസേരയിൽ കയറി അവിടെ പോയി ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് പരമപ്രധാനമായ കാരണം കേരളത്തിലെ യൂട്യൂബേഴ്സാണ്. കഴിഞ്ഞ 6 മാസം മുമ്പ് അല്ലെങ്കിൽ 2 വർഷം മുമ്പ് ആരോരും അറിയാതെ കിടന്ന പൊങ്ങന്താനത്ത് ഉമ്മൻചാണ്ടി കോളനിക്ക് സമീപം ഒരു ചെറിയ വാടക വീട്ടിൽ താമസിച്ചു കൊണ്ടിരുന്ന ഈ സ്ത്രീയെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയിൽ കൊണ്ടെത്തിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനോ വേറെ ആരുമല്ല, യൂട്യൂബേഴ്സാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ഇവരുടെ ഓരോ കാര്യങ്ങളും കൂടെ നടന്ന് ഒപ്പിയെടുത്ത് പൊതുമാധ്യമങ്ങളിലൂടെ അത് കൊണ്ടുപോയി അങ്ങനെ ഇവർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആയ ശേഷം ഇവരെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ചാനല് അതിൻ്റെ തെരഞ്ഞെടുപ്പുകളിലൂടെ ഇവരെ അവിടെ കൊണ്ടുപോയിരിക്കുകയാണ്. കേരള ജനത കാണട്ടെ ഇവരെന്താണ് അവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെന്ന്. അവരുടെ നൃത്യങ്ങളോ അവരുടെ എന്തൊക്കെയാണ് കലകളുണ്ടെന്ന് ജനം കാണട്ടെന്നേ. ജനം കണ്ടിട്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ സമ്മാനമായിട്ട് അവിടെ വെച്ച് കൊടുത്തു വിടട്ടെ. അവരതിൻ്റെ കപ്പുകൾ അടിക്കട്ടെ, ഞങ്ങളുടെ ഈ പ്ലാൻ തോട്ടത്തിൽ കൊണ്ടുവരട്ടെ, മാടപ്പള്ളി പ്ലാൻ തോട്ടത്തിൽ കൊണ്ടുവരട്ടെ. അവരുടെ ഗെയിമിന് ഉള്ള റിസൾട്ട് ആയിരിക്കണം ലഭിക്കേണ്ടത്. പിതാവിന്റെ ഔദ്യോഗിക ശുശ്രൂഷകൾ ചെയ്യുന്നതിന് പോലും തടസ്സങ്ങൾ ഉണ്ടാവുന്നു. തീർച്ചയായിട്ടും എൻ്റെ ഔദ്യോഗിക ശുശ്രൂഷകൾക്കുള്ള വൈദിക വൃത്തിക്ക് നേരെ ഉള്ളൊരു കടന്നാക്രമണമായിരുന്നു ഇവരുടെ വാക്കുകൾ. 1 അല്ല 2 അല്ല, പല പ്രാവശ്യം ഇവർ സോഷ്യൽ മീഡിയയിൽ എന്നെ വലിച്ചു കീറി. എന്താണെന്നറിയാമോ? ഇവർ പറഞ്ഞ് ഇവരെ ഞാൻ മാർക്കറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഒരു നല്ല ആൻസർ കൊടുക്കാതെ എന്നെ ബുദ്ധിമുട്ടിച്ചു. അത് കഴിഞ്ഞ് ഇവർ പല കാര്യങ്ങളിൽ എന്നെ ദുഃഖിപ്പിച്ചു. സോഷ്യൽ മീഡിയയിലാണ്. ഇവരെവിടെ വരെ പോകുമെന്നുള്ളതാണ് ഞാനും നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ പേരിൽ ഇവർ ഇനി ആക്ഷേപങ്ങൾ ഉന്നയിച്ചാൽ ഞാൻ എൻ്റെ അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനം. ഈ തങ്കച്ചൻ്റെയും ഈ രേണുസുധിയുടെയും പേരിൽ കോടതി കയറുകയാണ്. അല്ല, ഈ ബിഷപ്പിനെ സംബന്ധിച്ചുള്ള കുറേ പരാമർശങ്ങൾ നടത്തുകയും താങ്കൾ ഈ വിഷയത്തിൽ ഒരു മാനനഷ്ട കേസിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ള വാർത്തകൾ കണ്ടിരുന്നു. അതിന്റെ സത്യാവസ്ഥ എന്താണ്? ഞാൻ അഡ്വക്കേറ്റിനെ കണ്ട് അതിനുള്ള വക്കാലത്ത് സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വക്കീലിൻ്റെ കയ്യിൽ. പക്ഷേ എങ്കിൽ 1-2 മാറ്ററും കൂടെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. അതിന് മനസ്സിലാവുന്നുണ്ടോ? അത് വളരെ സീക്രട്ടായിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണെന്ന് വക്കീൽ എന്നോട് പറഞ്ഞിരിക്കുന്നു. കാരണം 1-2 കാര്യങ്ങൾ കൂടെ തെളിവിനായിട്ട് നമുക്ക് വേണം. അതിനുവേണ്ടി അത് ലഭിക്കുന്ന നിമിഷം നമ്മൾ ആ കാര്യങ്ങൾ ഉടൻ തന്നെ ബഹുമാനപ്പെട്ട കോടതിയെ അതിനു വേണ്ടിയിട്ട് സമർപ്പിക്കുകയും കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്യും. എന്തായാലും മാനനഷ്ട കേസ് കൊടുക്കുന്നു. തീർച്ചയായിട്ടും. ഇത് ചെറിയ കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ എന്നെ ഈ ബുദ്ധിമുട്ടിക്കുന്നത്? ഇല്ല, പിതാവോ അല്ലെങ്കിൽ ബിഷപ്പ് ഈ വിഷയത്തിൽ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ഇതൊരു ഭീഷണി, താങ്കൾക്ക് ഭീഷണി നേരിടുന്നു, അതിനൊരു മറുപടി എന്നുള്ള ഞാൻ ഇനി മാനനഷ്ട കേസ് കൊടുക്കും എന്നുള്ളൊരു വാക്കാലുള്ള പറച്ചിൽ മാത്രമാണോ, അതോ എന്തായാലും കേസ് കൊടുക്കും? അവരിനി തീർച്ചയായിട്ടും അവരെനിക്ക് എഗനസ്റ്റ് ആയിട്ട് ഇനി എന്താണ് പറയുന്നതെന്ന് ഒരു തെളിവ് സഹിതം എനിക്ക് വേണ്ടേ? ഇനിയും വേണ്ടേ? ചില കാര്യങ്ങൾ കൂടെ നമ്മൾ വെറും 1-2 കാര്യങ്ങൾ കൊണ്ട് കോടതി പോകാനൊക്കത്തില്ല. കോടതിക്ക് 1-2 തെളിവുകൾ വേണം. അവർ തെളിവ് സഹിതം കാര്യങ്ങൾ പറയട്ടെ, തങ്കച്ചനും അവരും പറയട്ടെ. അപ്പൊ ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതുവരെയും പറഞ്ഞ കാര്യങ്ങളിലൊന്നും തെളിവുകളില്ലെന്ന്? അല്ല, അവരെന്റെ പേര് പരാമർശിക്കുന്നില്ല. അവരെന്റെ പേര് പരാമർശിക്കാതെ പേരെടുത്തു പറയുന്നില്ലല്ലോ. അവരെന്റെ കുപ്പായത്തെ ബഹുമാനിച്ച് എന്നെ ഒന്നും പറയുന്നില്ലെന്ന് പറഞ്ഞു. തൊട്ടടുത്ത് ഞാനല്ലേ താമസിക്കുന്നത്. ഇവിടെ കുപ്പായ വിട്ട് ആരാ ഈ അടുത്ത് താമസിക്കുന്നത്? പറഞ്ഞാട്ടെ. ഇവരുടെ വീടിനടുത്ത് കുപ്പായ വിട്ട് താമസിക്കുന്ന വേറെ ആരുണ്ട് ഇവിടെ അച്ഛന്മാർ ഈ ഏരിയയിൽ? ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഭവം ഉണ്ടായി. ഇവർ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന പൊങ്ങന്താനം എന്ന സ്ഥലത്തൊരു വീട് വാടകയ്ക്ക് എടുത്തിരുന്നു. ഇവരെ അതിൻ്റെ വാടകയുടെ ഉടമസ്ഥൻ 2 പ്രാവശ്യം ഇവരുടെ വീട്ടിൽ ചെന്നിരുന്നു. ആ വീട്ടുടമസ്ഥനെ വിളിച്ച സംസാരം 75 വയസ്സോളം പ്രായമുള്ള ഒരാളെ മനുഷ്യൻ കേൾക്കാൻ കൊള്ളാത്ത ഭാഷയായി ഈ രേണുസുധി വിളിച്ചത്. അയാൾ കരഞ്ഞുകൊണ്ടാണ് മടങ്ങിപ്പോയത്. അയാൾ അത് കഴിഞ്ഞ് വീണ്ടും വേറൊരു ദിവസം ഇവിടെ വന്നപ്പോൾ ഈ തങ്കച്ചൻ അയാൾക്കറിയാവുന്ന ഭാഷകൾ മുഴുവനും വിളിച്ചു. എന്തായിരുന്നു, എന്താവശ്യത്തിനാണ് അദ്ദേഹം എത്തിയത്? അദ്ദേഹത്തിന് വീട് വാടകയ്ക്ക് കൊടുത്തിരുന്നു ഇവർക്ക് താമസിക്കാനായിട്ട്. അതിൽ എഗ്രിമെന്റിൽ സൈൻ ചെയ്തിരിക്കുന്ന ആൾ ഈ രേഷ്മ തങ്കച്ചൻ എന്ന് പറഞ്ഞ രേണുസുധിയാണ്. അവർക്ക് ലഭിക്കാനുള്ള ബാക്കി വാടക തുകയ്ക്ക് വേണ്ടി അദ്ദേഹം വന്നത് 13,000 രൂപ കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത്.
ആ പൈസ കൊടുത്തിട്ടുമില്ല. അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്, നൽകത്തില്ല, പൊയ്ക്കോളാൻ. ഇനി അഥവാ പൈസ വേണമെങ്കിൽ ആ രേണുസുതി അവിടെ നിന്ന് പറയുകയാണ്, അതുകൊണ്ട് അവിടെ സെമിത്തേരിയിൽ ഇന്ന സെല്ലിനകത്ത് സുതി അവിടെ കിടപ്പുണ്ട്, പോയി മേടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടോണ്ട് നിൽക്കുന്ന കാര്യം എനിക്ക് കേട്ടില്ലെന്ന് പറയേണ്ട കാര്യമുണ്ടോ? കൊല്ലം സുതി എന്ന് പറയുന്ന ആളെ ശവസംസ്കാരം നടത്തിയ ഒരു സെമിത്തേരിയുടെ പേര് സ്ഥലം അവർ പറഞ്ഞിട്ട് പറഞ്ഞു, അവിടെ നിങ്ങൾ പോയി പൈസ മേടിച്ചു, ഇനി മേലാൽ ഈ സാമ്പത്തിക ആവശ്യം പറഞ്ഞ് ഇവിടെ വരരുത് എന്ന് പറഞ്ഞ് താക്കീത് കൊടുത്ത് ആ മനുഷ്യനെ പറഞ്ഞു വിട്ടു. ഇപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ സെമിത്തേരിയുടെ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം സുധിയുടെ അടക്കിയ പള്ളിയെ സംബന്ധിച്ച് ചില വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ പരാമർശങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വിധാനം അറിയാം. ഈ രേണുസുധിയുടെ ഭർത്താവ് കൊല്ലം സുധിയെ അടക്കം ചെയ്തിരിക്കുന്നതായിട്ടുള്ള പള്ളി എന്ന് പറയുന്നത് റിഫോംഡ് ആംഗ്ലിക്കൻ ചർച്ച് എന്ന് പറഞ്ഞ ഒരു സ്വതന്ത്ര സഭയായിരുന്നു. കേരളത്തിലെ ഒരു ആംഗ്ലിക്കൻ സഭയിലും അംഗീകാരം ഇതുവരെ ലഭിക്കാതിരുന്ന ഒരു സ്വതന്ത്ര ആംഗ്ലിക്കൻ സഭയിൽ സ്വതന്ത്രമായി ജീവിക്കുകയും സ്വന്തമായി കേരളത്തിലെ ഒരു ആംഗ്ലിക്കൻ സഭകളിലും അംഗീകാരം ലഭിക്കാത്ത ഒരു വ്യക്തി ബിഷപ്പെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് മുൻപോട്ട് വരികയും ചെയ്തു. അയാൾ കഴിഞ്ഞ 15 വർഷത്തിലധികമായി കേരളത്തിൽ പല ജയിലുകളിൽ കിടന്നിട്ടുള്ള ഒരാളാണ്. എന്തിനു വേണ്ടി? ചീറ്റിങ്ങുകൾക്ക്, സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തി ജയിലിൽ കിടന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഈ മനുഷ്യൻ സ്വയം പ്രഖ്യാപിതമായിട്ടൊരു പള്ളി ഉണ്ടാക്കി, അയാൾ തന്നെ നിർമ്മിച്ചു, അയാൾ തന്നെ അവിടെ ബിഷപ്പായിട്ടിരിക്കുന്നു. അവിടെയാണ് ഈ രേണുസുധിയുടെ പിതാവും രേണുസുധിയുടെ അമ്മയും രേണുസുധിയും ഈ ഇളയ കുട്ടി അവിടെ പോയിക്കൊണ്ടിരുന്നു. സുധിയുള്ള സമയത്ത് അവിടെയും പോയിരുന്നു എന്നാണ് ഞാൻ കേട്ടറിയുന്നത്. അപ്പോൾ സുധി മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ബിഷപ്പും ഈ തങ്കച്ചനും ഇവരുടെ ആൾക്കാരും കൂടെ ചേർന്ന് ഈ മനുഷ്യനെ, സുധിയെ, ഇവിടെ അയാളുടെ സെമിത്തേരിയിൽ കൊണ്ടുപോയി അടക്കം ചെയ്തു. ആ പള്ളി പൂട്ടുകയും ചെയ്തു. ആ ബിഷപ്പ് എന്ന് പറഞ്ഞ സന്തോഷ് പി ചാക്കോ ഇപ്പോൾ കോട്ടയം ജില്ലയിൽ പൊങ്ങന്താനം ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. ഈ സെമിത്തേരി ഇപ്പം നിലവിലുണ്ടോ? സെമിത്തേരി അവിടെ ഉണ്ട്, അതൊരു സെല്ലാണല്ലോ, അതവിടെ ഉണ്ട്. ഇത്രയ്ക്കും വിവാദപരമായ രീതിയിലാണ് കൊല്ലം സുധിയുടെ ശവസംസ്കാരം. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് സത്യം പറഞ്ഞാൽ ഒരു അനാഥമായ അനുഭവത്തിലാണ് ഇപ്പോഴുള്ളത്. തീർച്ചയായിട്ടും അനാഥമായ ഒരു അനുഭവം. അദ്ദേഹത്തിന്റെ മാതാവും സഹോദരങ്ങളും ജീവിച്ചിരിക്കുന്നു, അല്ലേ? അദ്ദേഹം ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു. അദ്ദേഹത്തെ ഒരു ഹിന്ദു ആചാരപ്രകാരം തന്നെ അടക്കം ചെയ്യേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അത് കർമ്മങ്ങൾ ചെയ്യേണ്ടതായിരുന്നു ഉചിതമെന്ന് എന്നോട് അനവധി പേര് സൂചിപ്പിക്കുകയുണ്ടായി. ശരിയല്ല, അദ്ദേഹം ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച ആളല്ലേ? അദ്ദേഹം ഒരിക്കലും ഒരു ക്രിസ്ത്യൻ മതം സ്വീകരിച്ച ആളല്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മാമോദിസ സ്വീകരിക്കണമായിരുന്നു. അദ്ദേഹം റിക്കാർഡിക്കലി അദ്ദേഹത്തിന്റെ പേര് ക്രിസ്ത്യൻ ആകണമായിരുന്നു കൂടുതലും, അല്ലേ? അദ്ദേഹം അതൊന്നും സ്വീകരിക്കാതെ ആകസ്മികമായിട്ടൊരു അപകടത്തിൽ അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോൾ ഈ തങ്കച്ചനും ആ ബിഷപ്പും കൂടെ ചേർന്ന്, ഈ തങ്കച്ചൻ ആ ബിഷപ്പിന്റെ കൈക്കാരനായിരുന്നു. ആ ബിഷപ്പ് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ജനങ്ങളെ കബളിപ്പിച്ച് ജോലി വാങ്ങി കൊടുക്കാമെന്നും പറഞ്ഞ് ഒരുപാട് യുവാക്കന്മാരെ പണം കൈപ്പറ്റി ചിങ്ങവനം പോലീസ് കേസെടുത്ത് റിമാൻഡ് ചെയ്ത് പൊൻകുന്നം ജയിലിൽ അയാളെ കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുകയാണ്. ആ ബിഷപ്പിന്റെ വലങ്കയായിരുന്നു ആര്? രേണുസുധിയുടെ പിതാവായ തങ്കച്ചൻ, അതായത് കൈക്കാരൻ ആ പള്ളിയിൽ. ബാക്കി കാര്യം കേരള സമൂഹം ചർച്ച ചെയ്യട്ടെ. രേണുസുധി ക്രൈസ്തവ മതത്തിൽ വിശ്വസിക്കുന്ന ആളാണോ? എനിക്ക് രേണുസുധി അറിയുന്നത് തന്നെ ഈ മരണശേഷമല്ലായിരുന്നു. അവർ ഏത് സഭയിൽപ്പെട്ട ആളാണെന്നോ ഏത് മതത്തിൽപ്പെട്ട ആളാണെന്നോ എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അവർ ക്രിസ്ത്യനാണെന്ന് അവർ പറയുകയാണ് ചെയ്യുന്നത്. ഞാൻ അവരോടൊപ്പം പള്ളിയാരാധനകളിൽ സംബന്ധിച്ചിട്ടില്ല. ഒരു ബിഷപ്പ് എന്ന രീതിയിൽ അവരോടൊപ്പം പള്ളിയാരാധനകളിൽ ഞാൻ സംബന്ധിച്ചിട്ടില്ല. പിന്നെ അവരുടെ വീട് ബ്ലെസ് ചെയ്യുവാനായിട്ട് രേണുസുധിയുടെ പിതാവ് തങ്കച്ചൻ എന്നെ ഔദ്യോഗികമായി ക്ഷണിച്ചു ഇവിടെ വന്നു. ഞാൻ ആ വീട് വെഞ്ചരിച്ചു കൊടുത്തു. പിന്നെ സുധിയുടെ 2ാം ചരമവാർഷികത്തിന് അവിടെ വരെ ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ അവരുടെ വീട്ടിൽ വരെ പോയി ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു മടങ്ങി വന്നു. അത്രയുമേ ഉള്ളൂ എനിക്ക് അവരുമായിട്ടുള്ള ആത്മീയമായ ബന്ധങ്ങൾ. ഇപ്പോൾ ഈ മതപരമായിട്ടുള്ള വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള ധാരണ എനിക്കില്ല, അതുകൊണ്ട് സംശയം ചോദിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു വെഞ്ചരിപ്പ് ചടങ്ങ് വീട്ടിൽ നടക്കുന്നു, അപ്പോൾ ഔദ്യോഗികമായി അവർക്കൊരു സ്വന്തമായിട്ടുള്ള പള്ളി ഇടവകയുണ്ടാവും. അവിടുത്തെ പിതാക്കന്മാരോ അല്ലെങ്കിൽ ബിഷപ്പോ അങ്ങനെയുള്ള വ്യക്തികൾ, അവരുടെ സഭയുടെ ബിഷപ്പ് അവിടെ വന്നിരുന്നു. ഔദ്യോഗികമായിട്ട് നടത്തുവാൻ എന്നെയാണ് ക്ഷണിച്ചത്. അപ്പൊ അവരുടെ ബിഷപ്പ് എന്ന് പറയുമ്പോഴത്തേന് ഇപ്പോൾ അവിടെ ജയിലിൽ പോയ ആൾ അവിടെ വന്നിരുന്നു എന്നറിഞ്ഞു. ഞാൻ അന്നേരം ഇല്ലായിരുന്നു, അവിടെ വന്നിരുന്നു. അദ്ദേഹം സംബന്ധിച്ചിട്ട് പോയതാണ്. ഞാൻ ഉള്ളപ്പം വന്നില്ല, അവിടെ വന്നിരുന്നു. ഇപ്പോൾ ഈ കൊല്ലം സുധിയുടെ അടക്കം നടന്നത് പോലും ഇവരുടെ നിർബന്ധിതമായി നടത്തിയതാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണ് പല ആൾക്കാരും നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ നിർബന്ധപ്രകാരം അടക്കിയതാണ്. തങ്കച്ചൻ്റെയും അങ്ങനെയുള്ള ആൾക്കാർ, അല്ലാതെ കൊല്ലം സുധിയുടെ മാതാവും സഹോദരങ്ങളും പൂർണ്ണമായി സമ്മതിച്ചിട്ടല്ല ഈ ശവസംസ്കാര ശുശ്രൂഷ ഇവിടെ നടത്തിയത്. അദ്ദേഹത്തിനെ കൊല്ലത്ത് തന്നെ ക്രിമേറ്റ് ചെയ്യാനായിട്ടായിരുന്നു അവരുടെ ആഗ്രഹം എന്നുള്ളത് ഞാൻ അദ്ദേഹത്തിൻ്റെ പല സുഹൃത്തുക്കൾ മുഖേന അറിഞ്ഞതാണ്.